ഒരു മിസൈലിൻ്റെ വില ഏകദേശം 16 കോടി രൂപ. എന്നാൽ അതിന് മുന്നിൽ വരുന്ന വെല്ലുവിളികളുടെ വില വെറും 40 ലക്ഷം രൂപയും. ചിന്തിച്ചു നോക്കൂ, ലക്ഷങ്ങൾ മാത്രം വിലയുള്ള ചെറിയ വ്യോമ ഭീഷണികളെ നേരിടാൻ കോടികൾ വിലയുള്ള മിസൈലുകൾ നിരന്തരം ഉപയോഗിക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? ഏതൊരു വൻ ശക്തിയുടെയും സാമ്പത്തിക അടിത്തറ ഇളകിപ്പോകും, ശരിയല്ലേ? എന്നാൽ ഈ കളിയിലെ സമവാക്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി മാറിയിരിക്കുകയാണ് കേട്ടോ. വൻ ശക്തികൾ പോലും തലപുകച്ച ഈ ചോദ്യത്തിന് ഫ്രാൻസ് ഇപ്പോൾ ഒരു അവിശ്വസനീയമായ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ്. വെറും 8 മാസം കൊണ്ടവർ വികസിപ്പിച്ചെടുത്ത ആ രഹസ്യ സാങ്കേതിക വിദ്യ എന്താണ്? ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ തന്ത്രങ്ങളെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? കൃത്യമായി അറിയാം. വീഡിയോ മുഴുവനായി കാണുക. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. അതെ, നമ്മൾ സംസാരിക്കുന്നത് ഫ്രാൻസിന്റെ ഏറ്റവും പുതിയ ലാഡക് പ്രോഗ്രാമിനെ കുറിച്ചാണ്. നിലവിൽ ആകാശത്ത് നിന്നുള്ള ചെറിയ തരം ഡ്രോൺ ആക്രമണങ്ങൾ വലിയൊരു തലവേദനയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് അതീവ ചെലവേറിയ മിസൈലുകളും. എന്നാൽ ഒന്നിനു പിറകെ ഒന്നായി വരുന്ന ഇത്തരം ചെറിയ ഭീഷണികളെ നേരിടാൻ വില കൂടിയ മിസൈലുകൾ തീർന്നു പോയാൽ യഥാർത്ഥ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വിമാനങ്ങളിൽ മിസൈലുകൾ ഇല്ലാതെ വരുമെന്നത് ഒരു വസ്തുത തന്നെയാണ്. ഈ പ്രതിസന്ധിക്കാണ് ഫ്രാൻസ് ഇപ്പോൾ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. തങ്ങളുടെ കരുത്തുറ്റ റഫാൽ വിമാനങ്ങളിൽ 68 mm ലേസർ ഗൈഡഡ് റോക്കറ്റുകൾ വിജയകരമായി ഘടിപ്പിച്ചുകൊണ്ട് അവർ ഈ പ്രതിസന്ധി മറികടന്നിരിക്കുകയാണ്. വെറും 8 മാസത്തിനുള്ളിലാണ് ഈ പരീക്ഷണം അവർ പൂർത്തിയാക്കിയത്. ഈ ജൂലൈ അവസാനത്തോടെ ഇത് ഔദ്യോഗികമായി സേനയുടെ ഭാഗമാക്കാനും തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാം. വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ തന്ത്രം, അതായത് ചെലവ് കുറഞ്ഞ രീതിയിൽ വലിയ പ്രതിരോധം തീർക്കുക എന്നത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആത്മനിർഭർ ഭാരത്, മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നീ പദ്ധതികളിലൂടെ ഇത്തരം ചെലവ് കുറഞ്ഞതും എന്നാൽ അതീവ കൃത്യതയുള്ളതുമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാണ്. ശത്രുക്കളുടെ ഏതുതരം ആകാശ ഭീഷണികളെയും വളരെ കുറഞ്ഞ ചെലവിൽ തകർക്കാൻ ശേഷിയുള്ള നമ്മുടെ ആകാശ് മിസൈൽ സംവിധാനങ്ങളും തദ്ദേശീയമായി വികസിപ്പിച്ച ലേസർ സംവിധാനങ്ങളും ഇന്ത്യ ഇതിനോടകം തന്നെ വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞ കാര്യം നമുക്കറിയാവുന്നതുമാണ്. ലോകരാജ്യങ്ങൾ കോടികൾ പൊടിക്കുമ്പോൾ ഇന്ത്യൻ ശാസ്ത്രജ്ഞരും നമ്മുടെ സർക്കാരും ചേർന്ന് ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് അതിനൂതന സുരക്ഷാ വലയം ഇന്ത്യക്ക് ചുറ്റും തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പുതിയ ഇന്ത്യയുടെ പവർ. എന്താണ് ഈ പുതിയ വിദ്യയുടെ പ്രത്യേകത എന്ന് ലളിതമായി പറഞ്ഞു തരാം കേട്ടോ. റഫാൽ വിമാനങ്ങളിൽ മുൻപ് ഉപയോഗിച്ചിരുന്ന വലിയ മിസൈലുകൾക്ക് പകരം ഇപ്പോൾ അക്യുലസ് LG എന്നു പേരുള്ള ചെറിയ റോക്കറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ റേഞ്ച് വരുന്നത് ഏകദേശം 3.7 മുതൽ 5 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കുമെന്നതാണ്. വിമാനത്തിനുള്ളിലുള്ള അത്യാധുനിക റഡാറുകളും താലിയോസ് എന്ന ലേസർ ക്യാമറയും ഉപയോഗിച്ച് പോയിന്റ് ടു പോയിന്റ് കൃത്യതയോടെ ഈ റോക്കറ്റുകളെ ലക്ഷ്യത്തിലേക്ക് നയിക്കും എന്നതാണ്. വലിയ മിസൈലുകൾ 1-2 എണ്ണമേ ഒരു സമയം വിമാനത്തിൽ കയറ്റാൻ പറ്റൂ. എങ്കിൽ ഇത്തരം ചെറിയ റോക്കറ്റുകൾ അടങ്ങിയ വലിയൊരു കൂട്ടം തന്നെ ഒരൊറ്റ വിമാനത്തിൽ ഘടിപ്പിക്കാൻ കഴിയുമെന്നത് അതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ്. അതുകൊണ്ട് ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ നേരിടാനും സാധിക്കും. ഫ്രാൻസ് മാത്രമല്ല ഈ വഴിക്ക് ചിന്തിക്കുന്നത്. അമേരിക്ക തങ്ങളുടെ F-16 വിമാനങ്ങളിലും ബ്രിട്ടൻ തങ്ങളുടെ ടൈഫൂൺ വിമാനങ്ങളിലും സമാനമായ 70 mm റോക്കറ്റുകൾ ഇതിനകം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് വരും കാലഘട്ടങ്ങളിൽ വൻകിട മിസൈലുകൾക്ക് പകരം ഇത്തരം സ്മാർട്ട് റോക്കറ്റുകളായിരിക്കും വ്യോമ സുരക്ഷയിൽ മുൻപന്തിയിൽ നിൽക്കുക. ഇന്ത്യൻ വ്യോമസേനയും തങ്ങളുടെ സുഖോയ്, തേജസ്, റഫാൽ വിമാനങ്ങളിൽ ഇത്തരം ചെലവ് കുറഞ്ഞതും മാരക പ്രഹരശേഷിയുള്ളതുമായ തദ്ദേശീയ ആയുധങ്ങൾ ഘടിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിൽ തന്നെയാണ്. സാങ്കേതിക വിദ്യകൾ മാറുമ്പോൾ അതിനൊപ്പം തന്ത്രങ്ങളും മാറ്റുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ഇന്ത്യ ഇന്ന് ആ പാതയിലാണ്. കുറഞ്ഞ ചിലവിൽ മികച്ച സുരക്ഷ ഒരുക്കുന്നതിൽ നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.